ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പം പറഞ്ഞ എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകാം, സർപ്രൈസാണ്, അവിടെ എത്തി കഴിഞ്ഞിട്ട് സ്ഥലം കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. സോ ഇപ്പോൾ ഈ കുറേ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് വരേണ്ട ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. സോ ഞാൻ എന്തായാലും ഇനി സ്ഥലം കാണിച്ചു തരാം. അതിനേക്കാളും മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഉള്ള ഒരു റോഡും നേച്ചറിൻ്റെ ആ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. സോ നിങ്ങളത് സോ ഇവിടെ ഇങ്ങനെ കുറേ കോഫി പ്ലാന്റേഷനും ഒരു ഫോറസ്റ്റിനകത്തൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറേ നടക്കണം, കുറേ ഇതൊക്കെയാണ്. സോ ആക്ച്വലി ഇവിടെ നമ്മൾ പോകേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഗ്രീനറി ആയിരുന്നു. ഇങ്ങനെ ഫോറസ്റ്റ് പോലെ തോന്നും, പക്ഷേ ഇത് ആക്ച്വലി ഫുള്ള് കോഫി പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് കോഫിയാണ്. മുകളിലും താഴെ ഒക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കോഫി ബീൻസും കോഫി കുരുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഫുള്ളിപ്പോൾ എന്താ പറയുക, ഒരു പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഒരു സെറ്റപ്പ് ഒരു സ്ഥലമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ഫുള്ള് പൊല്യൂഷനും കാര്യങ്ങളായിട്ടൊരു പീസ്ഫുൾ സ്ഥലം പോലും ഇല്ല. അപ്പോൾ ഇത് ഒരു ബാംഗ്ലൂരിലുള്ള വയനാടെന്നൊക്കെ പറയാൻ പറ്റില്ല, അതുപോലെയാണ്. സോ ഈ ഭാഗത്തു കൂടിയാണ് നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇത് കേട്ടോ. ഫുള്ള് സ്റ്റോൺസും നാച്ചുറൽ ഐറ്റംസും മോസ്റ്റ്ലി ചെടികളാണ്. ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ രീതിയിൽ ഇങ്ങനെ കുറേ ചെടികൾ സൈഡിലുള്ളത് ഫുള്ള് കോഫിയാണ്. മുകളിലേക്ക് വേറെ കുറച്ച് മരങ്ങളും കോഫിയും അങ്ങനെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു ഇത്. സോ ഇപ്പം ഞങ്ങൾ പോവുകയാണ് ഹോട്ടൽ ഏരിയയിലേക്ക്. അല്ല ഇതല്ല ഇത്. സോ ഇതാണ് അവരുടെ ആ ഒരു ഹോട്ടൽ ഏരിയ. കുറേ സീറ്റ്സ് എന്ന് പറയാനില്ല, അത്യാവശ്യം കുറച്ച് സീറ്റ്സും അത്യാവശ്യം സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ചിലത് നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറും ഇരിക്കാം. ഒരു ബാൽക്കണി പോലത്തെ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാം. ഇതാണ് ഇൻഡോർ ഏരിയ. അവിടെ ഒരു ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഫുള്ള് ആ ഒരു ഫോറസ്റ്റ് ഏരിയ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ബാംഗ്ലൂർ എക്സ്പീരിയൻസ് ചെയ്യാത്ത പോലെ. പിന്നെ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡോർ ഭക്ഷണം കഴിക്കുന്ന ഏരിയ. പിന്നെ ഇവിടെയും ഫുള്ള് നമുക്കിങ്ങനെ കോഫിയും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ശരിക്കും ഒരു ഫോറസ്റ്റ് ഫീലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നമ്മളിത് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഔട്ട്ഡോർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല കാറ്റൊക്കെ കണ്ട് നല്ല തണുപ്പായിരുന്നു ശരിക്കും അവിടെ ഇരിക്കാൻ. പിന്നെ ഫുഡും അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ തുപ്ക എന്ന് പറയുന്നൊരു കാര്യം, വേറെ കുറച്ച് സൂപ്പുകളൊക്കെ ആയിരുന്നു ഫസ്റ്റ് തന്നെ കുടിച്ചത്. ഞാൻ പറഞ്ഞോളൂ തണുപ്പായിരുന്നു എന്ന്. അപ്പോൾ സൂപ്പുകളൊന്നും അത്ര ഭയങ്കരമായിട്ടൊന്നും പറയാനൊന്നുമില്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതൊരു സാലഡായിരുന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. വാട്ടർമെലനും ലച്ചൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചില്ലി ചിക്കൻ ആയിരുന്നു കഴിച്ചിരുന്നത്. അതിന് നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ KFC ചിക്കൻ പോലത്തെ കുറച്ച് ഫ്രൈഡ് ചിക്കനും കുറച്ച് ഫ്രൈസും ഒരു മയോണൈസ് പോലത്തെ ഡിപ്പും കൂടി അവർ തന്നു. പിന്നെ ഇത് അവർ ഇങ്ങനെ നമ്മുടെ കുക്കുമ്പറിൻ്റെ മുകളിൽ എന്തൊരു സോസ് ഒഴിച്ചു സെസമി ഇട്ടിരുന്നു. പിന്നെ വേറൊരു സാൻഡ്വിച്ചാണ് പറഞ്ഞത്. ഓവറോൾ ഫുഡ് അത്ര അടിപൊളി എന്നൊന്നും പറയാനില്ല. സോ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പുറത്ത് ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. ഞാൻ എൻ്റെ അനീതി ഹായ് പറ. ഹായ്. ഞങ്ങൾ നടക്കുവാണ് ഇവിടെ. സോ ആക്ച്വലി ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ. ഇവിടെ വെക്കുമ്പോൾ ഒരുമാതിരി മൂന്നാർ, വയനാട് അവിടെയൊക്കെ എത്തിയൊരു ഫീലാണ്. കാരണം കണ്ടില്ലേ, സണ്ണ് എൻ്റെ മുഖത്തേക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്ര ചൂടും വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. മുകളിൽ ഇരുന്നാൽ കുറച്ച് തണുപ്പാണ് തോന്നിയത്. ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്താ ഇവിടെ ബിഗ് സ്റ്റോൺ ഇവിടെ? ഓ ഇവിടെ. സോ ഇവിടെ ബിഗ് സ്റ്റോണ്. പിന്നെ ഇവിടെ താഴെ ഫുള്ള് കോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബ്രിഡ്ജ് പോലെയാണ്. അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഇതവിടെ ഇങ്ങനെ കോഫി, ഇതവിടെയൊക്കെ ഫുള്ള് ഡൗണൊക്കെ കോഫിയാണെന്നാണ് പറഞ്ഞത്. ഇതാ കണ്ടില്ലേ കോഫി ബീൻസ്. ഇതോടെ എന്താ അവിടെ
വാഷ്റൂംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വുഡ് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു മൂളിക്കും കുറേ ഹൈറ്റിലുള്ള ചെടികളും കാര്യങ്ങളുമാണ്, മരങ്ങൾ ആക്ച്വലി. സോ ഇവിടെ കണ്ടില്ലേ, താഴെ നോക്കുമ്പോൾ 2 വലിയ മരങ്ങൾ വീണ് കിടക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതെങ്ങനെയാണോ വീണതെന്നൊന്നും അറിയില്ല, പക്ഷെ മരം വീണ് കിടക്കുകയാണ് 2 എണ്ണം. സോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. സൈഡിൽ ഫുള്ള് കോഫി പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൂടിയാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ കോഫി പ്ലാന്റേഷൻസും കാര്യങ്ങളാണ്. അതിനൊരു കോഫി കണ്ടുപിടിച്ചു കിട്ടിയാ? ഇത് കോഫിയാ? പഴുത്തിട്ടില്ല, പക്ഷെ കോഫി ഉണ്ട് കേട്ടോ. ഫുള്ള് കോഫി. മുകളിലും വേറെ കുറേ മരങ്ങളാണ്. സോ ഇപ്പോൾ സമയം ഒരു 1 മണി ആവാറായിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ സ്ലോട്ട്സ് വെച്ചിട്ടാണ് ഫുഡിങ് ഒക്കെ. ഇങ്ങനെ ഇപ്പം 12:30 ഒരു സ്ലോട്ട്, 12:30 to 1:30, പിന്നെ 1:30 to 3 വേറെ ഏതൊരു സ്ലോട്ട്, പിന്നെ 3:30 to എത്രയോ വേറെ സ്ലോട്ട്. അങ്ങനെ സ്ലോട്ടുകളായിട്ടാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1:30 ആകുമ്പോഴേക്കും തീർക്കണം. പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾ തീർത്തു. സോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. കേർട്ടിസ് വില്ലയോ അല്ല, കേർട്ടിസ് സ്ട്രീറ്റോ സിട്രസ് എന്തോ, അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പക്ഷെ അവിടെ ഞാൻ സൈഡിൽ എഴുതിക്ക് നമ്മുടെ താഴേക്ക് പോകുമ്പോൾ പോണ്ട്, ആംഫി തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പോണ വഴിയൊക്കെ ഫുള്ളും മരങ്ങളും കോഫിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബിഗ് ബാംബു, ആംഫി തിയേറ്റർ, പോണ്ട് അങ്ങനെയൊക്കെ കണ്ട് പോവായിരുന്നു. അപ്പോൾ സൈഡുകളിലൊക്കെ ഫുള്ള് എന്താ പറയുക, ഗ്രീനറിയാണ്. മാത്രമല്ല ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയായാലും ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു വഴിയായിരുന്നു. അത്ര തിരക്കൊന്നും ഇല്ല. സാധാരണ നമ്മളിപ്പോൾ എവിടെ പോയാലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇവിടെ അത്ര തിരക്കും തോന്നിയില്ല. ഇപ്പോൾ നടന്ന് പോയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അത്യാവശ്യം നടന്ന് പോയി കാണാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടാണ് എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ അറിയുള്ളൂ. നടന്നു പോകുമ്പോൾ എന്തൊരു വലിയ കാര്യമായിട്ടാണ് പോകുന്നത് നമ്മൾ, പക്ഷെ അവിടെ പോയിട്ട് അറിയാം എന്താണ് ഈ കാര്യം, എന്നിട്ടാണ് കാണാനുള്ളതെന്നൊക്കെ. പോണ വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. ഫസ്റ്റ് ആ ഗ്രീനറി ഉള്ള ഭാഗത്തേക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇങ്ങനെ ഗ്രീനറി കുറഞ്ഞ് തുടങ്ങി. അപ്പോൾ പിന്നെ ചൂടും കൂടി തുടങ്ങി എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. വെയിലൊക്കെ ശരിക്കും ഇപ്പോൾ മുഖത്തേക്ക് ഇടിച്ച് നല്ല മുകളിൽ നിന്നൊക്കെ നല്ല ചൂട് വന്ന ഒരവസ്ഥയായി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഫാമിലിയായിട്ട് നടക്കാൻ. അപ്പോൾ പോണ വഴി ഞങ്ങളിങ്ങനെ ഒരു താറാവിനൊക്കെ കണ്ടു. അപ്പോൾ അതിനെ പോയി കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു പോകുന്നത് എനിക്കറിയില്ല. കണ്ടില്ലേ, താറാവുകൾ പോയി പോണ്ടിരിക്കുകയാണ്. ഇതാണ് പാണ്ട്. തിയേറ്ററിൽ പോയി, പക്ഷെ അവിടെ പുല്ല് പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര പുല്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ എന്തോ ഒരു സ്ട്രീമിലേക്ക് പോകാമെന്ന് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി നിർത്തുന്നതെന്ന് അറിയില്ല. ആ സൈഡിലും ഇങ്ങനെ കുറേ പച്ചപ്പും ഈ സൈഡിൽ. അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ എത്തിയത് ഒരു ഗുണ കേവ്സ് അതൊരു സ്ഥലമായിരുന്നു. ഒരു പാറ സ്ഥലത്താണ് നമ്മൾ ചെന്ന് എത്തിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് ഫുള്ള് ഗുണ കേവ്സ് രീതിയിൽ മറ്റേ ഡെവിൾസ് കിച്ചണൊക്കെ ഇല്ലേ, അതുപോലെ പാറയൊക്കെ കിടന്ന് അതിലേക്ക് വീണാൽ രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ കുറച്ചുകൂടി നടന്നാലാണ് സ്ട്രീം, പക്ഷെ നമ്മൾ അത്രയ്ക്കൊന്നും പോയില്ല, നമുക്ക് ബേബി ഉള്ളതുകൊണ്ട്. പിന്നെ ബാംഗ്ലൂരിലുള്ള ആ ചിന്ന ഗുണ കേവ്സ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് വീണ്ടും മോളിക്ക് നടന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോവായിരുന്നു. അങ്ങനെ പോയി അവസാനം ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തി. ഫോറസ്റ്റ് കൂടെ നടക്കാനുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലൊരു രസമായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ മാറി സൈഡിൽ വീണ്ടും കോഫി തന്നെ കണ്ടു തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കായിരുന്നു. ശരിക്കും ഇങ്ങനെ പിക്ചറോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസത്തിൽ കിട്ടുന്ന ടൈപ്പ് ഒരു സ്ഥലമായിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് പറയുന്നത്. കുറച്ചുകൂടി വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡിനേക്കാളും കൂടുതൽ ഇവിടെ എക്സ്പ്ലോറിങ്ങും നേച്ചറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓവറോൾ ഒരു നല്ല സ്ഥലമാണ്. നമുക്ക് ഫാമിലിയുടെ ആയാലും ഇപ്പോൾ നേച്ചറിൻ്റെ കൂടി ആയാലും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.